ഇനി അടുത്തതായിട്ട് മൈനർ ഓഫ് ആൻ എലമെൻറ്റ് ഓഫ് മെട്രിക്സ്. ഓരോ എലമെൻ്റ് അല്ലേ, ഓരോ മെട്രിക്സ് എന്നുണ്ട്, ഓരോന്നും ഓരോ എലമെൻറ്റാണ്. ഒരു മെട്രിക്സിൻ്റെ ഓരോ ഐറ്റംസ് എന്താണ്, ഓരോ എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ ഓരോന്നിനും ഓരോ മൈനർ വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. എവറി എലമെൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഹാസ് എ മൈനർ. ഒരു സ്ക്വയർ മെട്രിക്സ്, എവറി സ്ക്വയർ മെട്രിക്സിന് എന്തുണ്ട്, ഒരു മൈനർ വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഫോംഡ് with elements obtained when rows and the column in which the element lies are deleted. ഓക്കെ, അതിൻ്റെ റോയും അതിൻ്റെ കോളവും ഡിലീറ്റ് ചെയ്തിട്ട് വരുന്ന എലമെൻറ്റ്സ്, കിട്ടുന്ന എലമെൻറ്റ്സിൻ്റെ പേരാണെന്ത്, മൈനർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈനർ ഓഫ് ആൻ എലമെൻറ്റ് ഓഫ് മെട്രിക്സ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ, ഇഫ് എ ഇസ് എ square matrix 2 3 1 0 minus 1 minus 2 3 8 6 എന്ന് പറഞ്ഞൊരു സ്ക്വയർ മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ വാല്യൂനും, ഇപ്പോൾ ദ വാല്യൂ ഓഫ് 2 ആസ് എ മൈനർ, അപ്പോൾ ഇതിൻ്റെ മൈനർ ഓഫ് 2, ദെയർഫോർ മൈനർ ഓഫ് 2 എങ്ങനെ വരുന്നു വെച്ചാൽ, നമ്മളെന്താണ്, എങ്ങനെയാണോ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണുന്നത് അതേപോലെ കാണുക അല്ലേ. നമ്മളെന്താ ചെയ്യുക, ഇതിൻ്റെ കോളവും ഹൈഡ് ചെയ്യുക, ഇതിൻ്റെ റോവും ഹൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് എന്ത്, മൈനർ ഓഫ് 2. ഇവിടെ എന്താ വരിക, -1 -2 8 6. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും, -1 × 6 -6 -2 × 8 -16. അപ്പോൾ ഇവിടെ മൈനസും കൂടി വരുമ്പോൾ എന്താവും, ഇത് പോസിറ്റീവ് ആവും. -6 + 16 വിച്ച് ഇസ് ഈക്വൽ ടു +10. സോ +10 ഇസ് ദ മൈനർ ഓഫ് 2. +10 ഇസ് ദ മൈനർ ഓഫ് 2. ഇനി മൈനർ ഓഫ് 3 കാണണമെങ്കിൽ എന്ത് ചെയ്യുക, കോളം ഹൈഡ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ റോയും ഹൈഡ് ചെയ്യുക. ആ ഐറ്റംസ് എന്ത് ചെയ്യുക, താഴെ എടുത്ത് എഴുതുക. എന്താ വരുന്നത്, ഇത് വരും 0 -2 വരും, 3 വരും, 6 വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടാൽ എന്ത് വരും, നമുക്ക് മൈനർ ഓഫ് 3 വരും അല്ലേ. 0 × 6 എത്രയാണ്, 0 -2 × 3, അതായത് -6 വരും. അപ്പോൾ എന്താണ്, 0 + 6 എന്താ വരും, അത് എന്താണ്, +6 ആവും. അപ്പോൾ എന്ത് വരും, മൈനർ ഓഫ് 3 is equal to 6. അതേപോലെ മൈനർ ഓഫ് 1 is equal to എന്താണ്, ഇതും പോകും അല്ലേ, ശ്രദ്ധിക്കുക, ഇത് രണ്ടും പോകും. അപ്പോൾ 0 -1 3 8 which is equal to 0 -3 which will be equal to 3. അതേപോലെ ഈ 0ൻ്റെ കാണുമ്പോഴോ, ഈ 0ൻ്റെത് കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ എടുക്കുക, ഇത് വെക്കുക, അതേപോലെ എന്ത് ചെയ്യുക, ഇതും മറയ്ക്കുക. 3186 വരും, 3186. ഓക്കെ, മൈനർ ഓഫ് 0 is equal to എന്താണ്, 3186. ഓക്കെ, which will be equal to 3 × 6 എത്രയാണ്, 18 -8 × 1 8 which is equal to 10. ഓക്കെ, അതേപോലെ ഇനിയിപ്പോൾ -1ൻ്റെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഇതും മറയ്ക്കുക, ഇതും മറയ്ക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് കോളവും മറയ്ക്കുക, കറസ്പോണ്ടിങ് റോയും മറയ്ക്കുക. അപ്പോൾ എത്ര വരിക, 2136 വരും. ഓക്കെ, ഏതാണ് -1ൻ്റെ മൈനർ ഓഫ് -1 എന്താ വരിക, 2136.
ഈക്വൽ ടു 2 ഇൻറ്റു 6 12 മൈനസ് 3 9 വരും. ഓക്കെ, അങ്ങനെ ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ വരുമ്പോൾ എന്ത് വരും? -2ൻ്റെത് ഇത് മറയ്ക്കുക, എന്ത് മറയ്ക്കുക? ഇത് മറയ്ക്കുക. ഓക്കെ, അതേപോലെ ഇനി ഓരോന്ന് താഴത്തേണ്ടത് -3ൻ്റെ വരുമ്പോൾ എന്ത് വരും? ഇത് രണ്ടും മറയ്ക്കുക. 8ൻ്റെ വരുമ്പോൾ എന്ത് ചെയ്യുക? ഇത് മറയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്താണ് എല്ലാത്തിൻ്റെയും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. സ്ക്വയർ മെട്രിക്സ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വയർ മെട്രിക്സ് വരികയാണെങ്കിൽ ഈ 1ൻ്റെ മൈനർ എന്താണ്? മൈനർ ഓഫ് 1 ഈസ് 4. ഇതൊരു നേരെ ഓപ്പോസിറ്റ് വരുന്നത്. 2ൻ്റെ എന്താണ്? 3. 3ൻ്റെത് 2. അതേപോലെ മൈനർ ഓഫ് 4ൻ്റെത് എന്താ വരിക? 1. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ഇങ്ങനെ ഒരു ചെറിയത് അധികം എന്താണ് അത്ര റെലവൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് കോ ഫാക്ടറാണ്. കോ ഫാക്ടർ ഓഫ് ആൻ എലമെൻ്റ് ആണ്. അതായത് ഒരു മെട്രിക്സിനുള്ളിലെ എലമെൻറ്റ്സിൻ്റെ കോ ഫാക്ടർ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, കോ ഫാക്ടർ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ മൈനർ ഓഫ് ദാറ്റ് എലമെൻറ്റ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ മൈനർ നമ്മൾ നേരത്തെ കണ്ടില്ല, മൈനർ കണ്ടെത്തുക വിത്ത് -1. ആ മൈനറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? -1നെ ഇൻറ്റു ചെയ്യുക. റേസ് ടു i + j. ഓക്കെ, റേസ് ടു എന്നാണ് അതിൻ്റെ റോയും കോളും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ റേസ് ടു ആ നമ്പർ ചെയ്യുക. ഓക്കെ, വേർ i is the number of row and j is the number of column. ആ രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ -1നെ എന്ത് ചെയ്യുക? റേസ് ടു ഇപ്പോൾ തേർഡ് അല്ല സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോൾ ആണെങ്കിൽ ആ റേസ് ടു ഇതിലേക്ക് മാറ്റുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? മൈനറിനോട് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? കോ ഫാക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കോ ഫാക്ടർ ഓഫ് ആൻ എലമെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? മൈനറിൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യുക? -1 റേസ് ടു i + j. i ഇസ് റോ നമ്പർ ആൻഡ് j ഇസ് കോളം നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കണം. എക്സാമ്പിൾ ഈസ് if there is a matrix A which is 1 2 3 6 4 5 -3 7 0. ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയും ചിലപ്പം ഫൈൻഡ് cofactor of A 1 1. ഫൈൻഡ് cofactor ഓഫ് A 1 1. അതായത് ഏത് എലമെൻറ്റ്? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ കാണുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണാൻ പറയും. ഓക്കെ, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് വരുന്ന ഐറ്റം ഏതാണ്? ഇവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് വരുന്ന ഐറ്റമാണ് ഈ 1 അല്ലേ? 1 ആണ് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഐറ്റം. അപ്പോൾ താഴെ നിങ്ങൾ ആൻസർ ചെയ്തുക. കോഫാക്ടർ A 1 1 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മൈനർ കാണുക ആദ്യം. മൈനർ എത്രയാണ് വരിക? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടുക അതൊക്കെ. അപ്പോൾ എന്താണ്? എൻ്റെ മൈനർ എത്ര വരും? 4 5 7 0 ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടുമ്പോഴാണല്ലോ മൈനർ വരിക. അതായത് ഈ 1ൻ്റെ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടുമ്പോഴാണ് മൈനർ കിട്ടുക. ഓക്കെ, എത്ര വരിക? 4 × 0 0 -35 which is equal to -35. ഓക്കെ, -35 വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൈനർ കിട്ടിയല്ലേ? -35 ഇൻറ്റു -1 റേസ് ടു എന്താണ്? i എന്താണ് ഇവിടെ? 1 ആണ്.
ജെ എന്താണ്, അതും 1 അല്ലേ. കോളം നമ്പർ 1, റോ നമ്പറും 1, രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? -35 ഇൻറ്റു എന്താണ്, -1ൻ്റെ സ്ക്വയർ വരും അല്ലേ. -1ൻ്റെ സ്ക്വയർ വരും. 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും? -1ൻ്റെ സ്ക്വയർ വരും. ഓക്കെ, അപ്പം -35 ഇൻറ്റു 1, -1ൻ്റെ സ്ക്വയർ എന്താണ്? +1, which is equal to -35 itself. So the cofactor of A11 is -35. അപ്പോൾ ഇത് തന്നെ ഫൈൻഡ് കോഫാക്ടർ ഓഫ് A11 എഴുതിയില്ലേ. ഇനി മറ്റൊന്ന് കാണുകയാണെങ്കിൽ A23, ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയും കൂടി കോഫാക്ടർ കാണാൻ പറയാം. A23ൻ്റെയും കൂടി കോഫാക്ടർ കാണാൻ പറയുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ പറഞ്ഞത് സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിൽ വരുന്ന ഐറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിൽ വരുന്ന ഐറ്റം. സെക്കൻഡ് റോ തേർഡ് കോളം അല്ലേ. എന്താ വരുന്നത്? 5 വരുന്നത് അല്ലേ. വരുന്ന ഐറ്റം എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഇത് രണ്ടും, അതായത് ഇതും മറക്കുക അതും മറക്കുക. അപ്പോൾ 1 2 -3 7 വരും. കോഫാക്ടർ ഓഫ് A23 എത്രയാണത്? 5 അല്ലേ. 5ൻ്റെ കോഫാക്ടർ കാണാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മൈനർ കാണാം. നമ്മളെങ്ങനെയാണ് കിട്ടിയത് മൈനർ? 1 2 -3 7. ഓക്കെ, എത്ര അപ്പോൾ ഇത് വരിക എമൗണ്ട്? 7 -6 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 13 വരും അല്ലേ. 13 വരും. ഓക്കെ, അപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ 13 ഇൻറ്റു -1 റേസ് ടു 2 + 3, -1 റേസ് ടു 2 + 3. ഓക്കെ, 2 + 3 എത്രയാണ്? 5. അപ്പോൾ -1 ഇൻറ്റു നോക്കാനുള്ളത് -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? +1 വരും. +1ഉം -1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ -1 വീണ്ടും വരും. -1ഉം -1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ +1 വരും. +1ഉം -1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? വീണ്ടും -1 വരും. ഓക്കെ, അപ്പോൾ 13 ഇൻറ്റു -1 which is equal to -13. -13 is the cofactor of എന്താണ്? A23 അല്ലെങ്കിൽ എന്താണ്? 5th ഫാക്ടർ. ഓക്കെ, ആ ഐറ്റത്തിൻ്റെ കോഫാക്ടർ ആണെന്ത്? -13. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ ഏത് ഐറ്റത്തിൻ്റെ വേണമെങ്കിലും കോഫാക്ടർ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു 3/3 മെട്രിക്സ് ആണ് തന്നത്, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് തന്നത്, അല്ല മെട്രിക്സ് തന്നിരിക്കുന്നത്, അതിൻ്റെ കോഫാക്ടേഴ്സ് ആണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് ആദ്യം അതിൻ്റെ മൈനർ വാല്യൂ കാണുക. എന്നിട്ട് എന്താണ്? 1നെ കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. ഒന്നുകിൽ അത് +1 ആവാം, -1 ആവാം അല്ലേ. 1നെ കൊണ്ട് മാത്രമേ ഇൻറ്റു ചെയ്യുന്നുള്ളൂ. -1 റേസ് ടു ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അപ്പോൾ ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോഫാക്ടർ കാണുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം, ഇപ്പോൾ ഈ എലമെൻ്റ് ആണെങ്കിൽ എന്താണ്? ഇതിൻ്റെ മൈനർ കാണും, അതിൻ്റെ കൂടെ നമ്മളൊരു 1 ആണ് ഇൻറ്റു ചെയ്യുന്നത്. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം നമുക്ക് എന്താണ് സംഗതി കുറച്ചും കൂടി എളുപ്പമായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? 1 1 അല്ലേ വരിക. അപ്പോൾ എന്തായിരിക്കും? ഇവിടുത്തെ വാല്യൂ എപ്പോഴും +1 ആയിരിക്കും വരിക. +1. ഓക്കെ, A11ൻ്റെ വാല്യൂ എന്താ വരിക? അത് +1നെ കൊണ്ട് നിങ്ങളെപ്പോഴും മൈനറിനെ ഇൻറ്റു ചെയ്താൽ മതി. A12 വരുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ -1 കൊണ്ട് എപ്പോഴും ഇൻറ്റു ചെയ്യുക. കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരുമ്പോൾ എന്താണ്? -1 റേസ് ടു 1 + 2 which is equal to -1 റേസ് ടു 3. -1 റേസ് ടു 3 അപ്പോഴും -1 വരുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ -1നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി മൈനർ വാല്യൂവിനെ. ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ +1. എവിടേക്കാണ് നിങ്ങൾ ഈവൺ നമ്പേഴ്സ് കാണുന്നത് ആഡ് ചെയ്യുമ്പോൾ? ഇവിടെ എന്ത് വരും? ഇവിടെ നെഗറ്റീവ് വരും. കാര്യം ഇവിടെ എന്താണ്? ഓഡ് നമ്പറാണ്. എവിടേക്കാണോ നിങ്ങൾ ഈവൺ നമ്പേഴ്സ് കാണുന്നത് അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് എന്ന് എഴുതുക. എവിടേക്കാണോ നെഗറ്റീവ് കാണുന്നത് അവിടെയൊക്കെ -1 എന്ന് എഴുതുക. ഇവിടെ എന്ത് വരും? ഇവിടെ +1 എന്ന് വരും.
ഇവിടെ -1 എന്ന് വരും, ഇവിടെ +1 എന്ന് വരും. ഇപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 3/3 ആണെങ്കിൽ, ഇപ്പോൾ 2/2 ആണെങ്കിലോ കോഫാക്ടർ കാണാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെ വരാം? ഇപ്പോൾ എന്താണ് 1 2 1 2, ഇതിൻ്റെ കോഫാക്ടർ കാണണം, 1ൻ്റെ കോഫാക്ടർ കാണണം. 1ൻ്റെ മൈനർ എന്താണ്? അപ്പോൾ കോ ഫാക്ടർ ഓഫ് 1, 1ൻ്റെ മൈനർ എന്താണ്? 1 1 ഇൻറ്റു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇതിൻ്റെ എന്താണ്? ഇതെന്താണ്? A11 A12 A21 A22 അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? 1ഉം 1ഉം എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് ഇവിടെ +1നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യുക? -1. ഇവിടെ എന്താണ്? 2 1 അല്ലേ? ഇവിടെ എന്താണ്? -1. ഇവിടെ എന്ത് വരും? +1 വരും. അപ്പോൾ ഈ കേസിലാകുമ്പോൾ ഇതിൻ്റെ കോഫാക്ടർ ഇതാണ്, ഇതിൻ്റെ മൈനറാണ് എന്ത് എഴുതിയിരിക്കുന്നത്? ഇത് മൈനറാണ്. ഓക്കെ, മൈനറിനോട് എന്ത് ഇൻറ്റു ചെയ്യുക? +1 ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 ആണ് ഇതിൻ്റെ കോഫാക്ടർ വരിക. ഇനി കോഫാക്ടർ ഓഫ് 2, കോഫാക്ടർ ഓഫ് 2 എന്ന് പറയുമ്പോൾ 2ൻ്റെ മൈനർ എന്ന് പറഞ്ഞത് 1 തന്നെയാണ്, ഈ 1. ഓക്കെ, ഇൻറ്റു എന്തിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക? -1നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, -1 വരും. ഓക്കെ, അതേപോലെ ഇതിൻ്റെ കോഫാക്ടർ, ഇതിൻ്റെ മൈനർ 2 ആണ്, കോഫാക്ടർ ഓഫ് 1 ഇതിൻ്റെതാണേ പറയുന്നത്. ഇതിൻ്റെ മൈനർ എത്രയാണ്? 2 ആണ്. എന്തിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക? മൈനസ് ഇൻറ്റു -1, അപ്പോൾ -2 വരും. ഇതിൻ്റെത് ഈ 1 ആണ്, ഇതിൻ്റെത് ഈ 1 ആണ് മൈനർ വരുന്നത്. എന്തിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക? +1നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് വരും? +1. ഇതൊരു എളുപ്പ വഴിയാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ raised-5 raised-4 ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എവിടേക്കാണോ നിങ്ങളിവിടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എവിടേക്കാണോ ഓഡ് നമ്പേഴ്സ് വരുന്നത് അവിടെ -1 എന്ന് എഴുതുക. എവിടേക്കാണോ ഈവൺ നമ്പേഴ്സ് വരുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക? +1 എന്ന് എഴുതുക. ഓക്കെ, അഡ്ജോയിൻറ്റ് മെട്രിക്സ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. A11 A12 A13 A21 A22 A23 A31 A32 ആൻഡ് A33 ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ അഡ്ജോയിൻറ്റ് വിൽ ബി adjoint of A, then adjoint of A will be equal to transpose of cofactors of each element. Cofactors എന്ന് വെച്ചാൽ A11 എന്താവുമെന്ന് വെച്ചാൽ α11 ആവും. ഇത് α12 α13 α21 α22 α23 α31 α32 α33. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയ സ്ഥലത്ത് ചെയ്താൽ അതിനിപ്പോൾ എന്താണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ ഫൈൻഡ് ദ അഡ്ജോയിൻറ്റ് ഓഫ് മെട്രിക്സ് എ. ഈ മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് മെട്രിക്സ് കാണാനായിട്ട് അപ്പോൾ ഓരോ എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് ആദ്യം കാണണം. ഓക്കെ, അപ്പോൾ കോഫാക്ടർ ഓഫ് 1 1 എത്ര വരിക? കോ ഫാക്ടർ ഓഫ് 0 അല്ല, ഈ 0ൻ്റെ കോഫാക്ടർ നമ്മളെങ്ങനെയാണ് കാണുക? നമുക്കറിയാം, ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇതിന് കിട്ടുന്ന മൈനറിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? ഇവിടെ 1 1 അല്ലേ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതുകൊണ്ട് എന്താണ് +1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ raised-3 2 എഴുതിക്കാളുക. ഓക്കെ, അപ്പോൾ -1 raised to ഇവിടെ എന്താണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അപ്പോൾ എന്താണ് 1 + 1 വരും, ഇവിടെ 2 വരും. ഓക്കെ, ഇൻറ്റു എന്താ വരുന്നത്? മൈനർ ഓഫ് 2 3 1 1 അല്ലേ? ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും പോയാൽ അതാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞത് +2 - 3 വരും. +2 × 2 - 3 +1 × 2 - 3 എത്ര വരും? -1 വരും അല്ലേ? +1 ആണ് ഇവിടെ വരിക. +1 × ഇവിടെ എന്താണ് -1. +2 × -, എത്രയാണ്? -1. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് കോഫാക്ടർ ഓഫ് 1 2 കോഫാക്ടർ ഓഫ് എന്താണ് 1 ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു എന്താണ് ഇതുമാണ് പോകുന്നത് അല്ലേ, ഇത് രണ്ടും പോകും. അപ്പോൾ 1 3 3 1 വരും. ഓക്കെ, 1 3 3 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 3 ആയതുകൊണ്ട് എന്ത് വരും, -1 ഇൻറ്റു എന്താണ് -1 ഇൻറ്റു 1 - 9 വിച്ച് ഇസ് ഈക്വൽ ടു +8 വരും. അതേപോലെ ഓരോ എലമെൻസും നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ താഴെ എടുത്ത് എഴുതുക ഓരോന്നിൻ്റെയും. അപ്പോൾ നമുക്ക് ഓരോന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ എലമെൻസിൻ്റെയും കോഫാക്ടർ 0-ൻ്റെത് 1-ൻ്റെത് 2-ൻ്റെത് കണ്ടു. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി നമുക്ക് ആദ്യം ഇതിൻ്റെ മൈനർ മാത്രം കാണുക, എന്നിട്ട് ഒന്നുകിൽ +1 കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലെങ്കിൽ -1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതിൻ്റെ പൊസിഷൻ നിശ്ചയിക്കും +1 കൊണ്ട് ഇൻറ്റു ചെയ്യണോ അല്ലെങ്കിൽ -1 കൊണ്ട് ഇൻറ്റു ചെയ്യണോ എന്നുള്ളത്. അതിൻ്റെ എന്താണ് ആ പറയുന്ന സൈന് പോസിറ്റീവ് സൈനാണോ നെഗറ്റീവ് സൈനാണോ എന്ന് മാത്രം ഡിറ്റർമൈൻ ചെയ്താൽ മതി. ആദ്യം മൈനർ കാണുക, മൈനർ കൃത്യമായിട്ട് കാണുക എല്ലാത്തിൻ്റെയും. എന്നിട്ട് എന്ത് ചെയ്യുക, പോസിറ്റീവിനെ കൊണ്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഇവിടെ raised-2 വരികയാണെങ്കിൽ പോസിറ്റീവ് അവിടെ വരിക സൈന്, പോസിറ്റീവിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇപ്പോൾ ഇതാണ് ഓഡ് നമ്പേഴ്സ് വരികയാണെങ്കിൽ 3 5 1 എന്നൊക്കെ വരികയാണെങ്കിൽ 1 വരില്ല, എന്താണ് 1-നെക്കാട്ടും കൂടുതൽ സംഖ്യ വരുള്ളൂ. അപ്പോൾ 5 3 വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നെഗറ്റീവിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. പോസിറ്റീവ് അതായത് ഈവൺ സംഖ്യകൾ 2 4 വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോന്ന് മൈനറിനെ കണ്ട് ഇതൊക്കെ മൈനർ കിട്ടിയതാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് കിട്ടി, എല്ലാ കോഫാക്ടേഴ്സും കിട്ടി. ഓക്കെ, ഇതുവരെയുള്ള കിട്ടി. നിങ്ങളത് നോക്കി വെക്കുക, നിങ്ങൾ എന്താണ് സ്വമേധയാ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഇത് എന്താണ് നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ വളരെ വലിയ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് നിങ്ങൾക്ക് വരും. ഓക്കെ, എന്നിട്ട് എന്താണ് നമ്മളിവിടെ ഇത് A11 ആണ്. അപ്പോൾ α11 എന്താണ് അതിൻ്റെ കോഫാക്ടറാണ്. അപ്പോൾ α11 ഈ A11ൻ്റെ സ്ഥാനത്താക്കിയിട്ട് എന്താണ് കൃത്യമായിട്ട് ഇതിൻ്റെ എഴുതി വെക്കുക. അപ്പോൾ ഈ കോഫാക്ടറിൻ്റെ ഒരു മെട്രിക്സ് മാതിരി എഴുതി വെക്കുക. കോഫാക്ടേഴ്സ് ഒക്കെ എന്താണ് A11 എന്ന് പറഞ്ഞാൽ ഈ ആൽഫ വാല്യൂ, ഈ വാല്യൂ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ എഴുതുക. ഇതെന്താണ് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ എഴുതുക. ഇത് ഫസ്റ്റ് റോയിൽ തേർഡ് കോളത്തിൽ എഴുതുക. ഓക്കെ, ഇതെന്താണ് -1 8 5 എന്ന് എഴുതുക, -5 എന്ന് എഴുതുക. -1 8 -5 എന്ന് ആദ്യത്തെ റോയിൽ എഴുതുക. രണ്ടാമത്തെ റോയിൽ 1 -6 3 എന്ന് എഴുതുക. ഓക്കെ, മൂന്നാമത്തെ റോയിൽ -1 2 -1 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അതിങ്ങനെ എഴുതി വെക്കുക. അതിന് ഓരോന്ന് കിട്ടിയ കോഫാക്ടേഴ്സിനെ നമ്മൾ എന്താണ് കറസ്പോണ്ടിങ് എലമെൻസിൻ്റെ സ്ഥാനത്ത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻറ്റ് നമുക്ക് എങ്ങനെ കിട്ടും, therefore adjoint of matrix A is equal to ട്രാൻസ്പോസ് ഓഫ്, ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ എന്ത് കിട്ടും, നമുക്ക് ഇതിൻ്റെ അഡ്ജോയിൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോളത്തിൽ വരുന്നത് റോ ആക്കിയിട്ട് എഴുതുക. കോളത്തിൽ വരുന്ന ഓരോ ഐറ്റംസ് റോ ആയിട്ട് എഴുതുക. -1 1 -1. ഓക്കെ, സെക്കൻഡ് കോളത്തിന് സെക്കൻഡ് റോ ആയിട്ട് എഴുതുക. 8 -6 2. ഓക്കെ, മൂന്നാമത്തെ കോളത്തിന് മൂന്നാമത്തെ റോ ആയിട്ട് എഴുതുക. -5 3 എന്താ അവിടെ വരുന്നത് -1. ഓക്കെ, -5 3 -1. അപ്പോൾ ഇതാണെന്ത് ഈ അഡ്ജോയിൻറ്റ് ഓഫ് എ. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് എന്താണ് സ്റ്റെപ്പ് ചെയ്യാനുള്ളൊരു കുറേ പ്രൊസീജിയർ വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് വരുന്ന എന്താണ് പ്രോബ്ലമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അഡ്ജോയിൻറ്റ് കിട്ടേണ്ടത്.